കണ്ടില്ലല്ലോ പോയിക്കോ വേഗം വന്നാലും മതി. എന്തല്ലേ വ്യൂ, മോർണിംഗ് വ്യൂ പൊളിയല്ലേ? ഗുഡ് മോർണിംഗ്. ഓ സൂപ്പർ. വെയിലടിക്കണ്ടല്ലോ, പക്ഷെ ഒരു തണുപ്പുണ്ട്, പ്രത്യേക തണുപ്പ്. ഇനി എന്തായാലും അടുത്ത പ്ലാൻ ഇന്നത്തെ? ഇന്നലെ ഒരു 11 മണിയാകുമ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. ചെക്കൗട്ട് ചെയ്ത് പോണ വഴിക്ക് മൂന്നാർ ടൗൺ കണ്ടിട്ടില്ല, ടൗണിൻ്റെ അങ്ങോട്ട് പോകണം. പിന്നെ പോണ വഴിക്കുള്ള എന്തൊക്കെയാണോ കാണാനുള്ളത് അതൊക്കെ കണ്ടിട്ട് പോകണം. ഏലക്കായ എല്ലായിടത്തും ഏലക്കായ തന്നെയല്ലേ പറയാ? അതന്നെ പറയാ, വേറെ പേരൊന്നും കിട്ടില്ലല്ലോ. ഞാൻ കിട്ടില്ല. വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇവര് പറയട്ടെ? അതൊക്കെ എല്ലാ ഏലക്കായ തന്നെയാ. ഫുൾ അതാ അവിടെ ഫുൾ ആ തോട്ടം കംപ്ലീറ്റ്. ഇപ്പൊ തണുപ്പ്. ആ റൂമിന്റെ പുറത്തല്ലേ, ഇതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ ശരിക്കും ഭയങ്കര റിലാക്സിങ് ആണല്ലേ. പക്ഷെ അവിടെ പോകാൻ തോന്നില്ല. നമുക്ക് ഇവിടെ വന്ന് റിസോർട്ട് എൻജോയ് ചെയ്യാന്നുള്ളത്. സ്ഥലം കാണുന്ന ഇഷ്ടമുള്ളവർക്ക് അത് നല്ല രസമുണ്ടല്ലേ, ഒരു ഓപ്പൺ ഏരിയ മേലെ. അത് മറ്റേ ക്യാബിനാണ്. അതിൽ ഏകദേശം ഞങ്ങളുടെ 3 പേർക്കൊക്കെ ഒക്യുപ്പൻസി ഉണ്ട്. ക്യാബിൻസിലാണെങ്കിൽ 5 പേര് വരെ പോകുന്ന അവർ പറഞ്ഞത്. ശരിക്കും ഞങ്ങളെ ക്യാബിനിൽ തന്നെ 5 പേർക്ക് കിടക്കാം, ഞങ്ങളെ എ ഫ്രെയിമിൽ. പക്ഷേ ഒക്യുപ്പൻസി അവരുടെ പ്രകാരം, പോളിസി പ്രകാരം 3 പേർക്ക് പറ്റും. ഡിന്നർ അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് എന്താകും? അങ്ങനെ 1 ഡേ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിട്ടോ. സൂപ്പറായിരുന്നു, സ്റ്റേ എല്ലാം അടിപൊളിയായിരുന്നു. ഇനി നേരെ മൂന്നാർ ടൗൺ അല്ലേ, മൂന്നാർ ടൗണ് പിന്നെ പോണ വഴിക്കുള്ള കുറച്ച് വ്യൂസ്. അയ്യോടാ അതിന്റെ സൗണ്ട്. അങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട്, കുറച്ചുകൂടെ നല്ല വ്യൂ ആണ്. സൂപ്പർ, അടിപൊളിയല്ലേ? ഇവിടുന്ന് ഒരു 10 ഏക്കർ വാങ്ങിയാലോ നമുക്ക്? ശരി. എന്തോ ആടെ ഇതൊക്കെ വാവ്. അവിടെ ഇവിടെ ബ്ലോക്ക് എത്ര വാവില്ല. പഠിക്കൊന്നും പറയല്ലേ, ഇതേപോലെയാണ് എവിടെ നമ്മളെ മറ്റേ സ്ഥലം വാൽപ്പാറ. അതേപോലെ ഈ ഉതിരകാട് തടുപ്പ് വാൽപ്പാറ. അടിപൊളി. ചൂടാ. മഴയത്ത് നല്ല രസമുണ്ട്. carrots. അതിന്റെ പ്ലേറ്റ് കൊടുത്തോ? തിരിച്ച് കൊടുത്തു. ഇനി പോവാം, ചൂടുണ്ട്. കുറച്ചുകൂടെ കളർഫുള്ളാ. വെജിറ്റബിൾ
ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്ക്. എട്ടാമനെ നമ്മള് ടി എസ്റ്റേറ്റില് ഫോട്ടോ എടുത്തില്ലല്ലോ. ഫോട്ടോ എടുത്ത സൂപ്പർ. ആനകളുടെ താഴ്വാരം പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കും. നോക്ക് തമ്പി. വീട്ടിലോട്ട് ക്യാരറ്റ് ദാസം വാങ്ങിയിരുന്നു. ഇല്ല, മഴയല്ല, മഴ പോയി, കോട മാത്രമേ ഉള്ളൂ. ആ നല്ല സീറ്റും അല്ല പന്നു. 8 മിനിറ്റ് വെച്ചാണ്. അല്ല ഗ്ലാസ് ഒക്കെ ഇട്ടെടുത്തോ? ചായപ്പൊടി വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ. മാംഗോ ബാറേ, തണുപ്പത്ത് മാംഗോ ബാർ. നിങ്ങളൊക്കെ ചായ ജിഞ്ചർ ടീ. കപ്പും കൊണ്ട് ഇങ്ങനെ വരണം. ഞങ്ങളേതോ കൈലാസത്തിലൊക്കെ പെട്ട് ഫുൾ കോട, മഞ്ഞ്, കോട, റോഡൊന്നും കാണാനില്ല. മഴയുണ്ട്, മഴ ചാർന്നും കോടയും. പിന്നെ ദേശ ഓടിക്കുന്നോണ്ട് ഞാൻ വഴിയാറിന് കൊടുക്കണ്ടേ, ഒന്നും കാണുന്നില്ല. പക്ഷെ പേടിയായിട്ട് നമ്മളെ വണ്ടിക്കാണെങ്കിൽ പോകലാമ്പും ഇല്ല. ഇതൊക്കെ തേയിലത്തോട്ടാ താഴത്തോട്ടും കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് വർക്കാർ സ്ക്രൂ എടുത്ത് വിടണോ? എല്ലാരും ചിരിക്കാണ്. മുണ്ടക്കൽ ഇതൊക്കെ ആനയെ കണ്ടോ നിൽക്കുന്നത്. അവിടെ ഉണ്ട് ചായ ബസാർ ട്രിപ്പിളിന്റെ എല്ലാ. അത് ശരിയാണ്. അവിടെ ട്രാവലർ വരുന്നുണ്ട്. ഇപ്പോൾ കേട്ടോ, അതിനൊപ്പം മുഴുവൻ കഴിഞ്ഞില്ല. വെള്ളച്ചാട്ട മറയൂർ ചന്ദനക്കാടുകൾ ഫോറസ്റ്റ് മൊത്തതാണല്ലേ രണ്ട് സൈഡ്. എന്തെങ്കിലും തോന്നിയാ മതി അതിനട്ടോ. കണ്ടില്ലല്ലോ. പൊയ്ക്കോ വേഗം വന്നാലും മതി. ചായ കുടിച്ചു.
ഉദുമൽപേട്ട്. ഇനി ഞങ്ങൾ നേരെ പൊള്ളാച്ചി വഴി പാലക്കാട്. 85 കിലോമീറ്റേഴ്സ് ടു പാലക്കാട്. ബോക്സ് ഫൈൻ ലൈൻ പാലക്കാട്. ഫുഡൊക്കെ കിട്ടി കഴിച്ചിട്ട്